ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജാസ് സ്റ്റോറീസ്. അപ്പം ഞാൻ ഇന്നുള്ളത് സ്കോട്ട്ലാൻഡാണ്. അപ്പം അയർലാൻഡിൽ നിന്ന് സ്കോട്ട്ലാൻഡിലോട്ട് ഞാൻ ഇന്നലെ എത്തി കേട്ടോ. 1 hour 20 minutes ഫ്ലൈറ്റ് ആണ് കേട്ടോ, അയർലാൻഡ് ടു സ്കോട്ട്ലാൻഡ്. അപ്പോഴാണെങ്കിൽ ഇന്നലെ ഞാൻ വിചാരിച്ചു എങ്ങും പോകണ്ട, റെസ്റ്റ് എടുക്കാം. ബിക്കോസ് മിനിയാൻ എനിക്ക് ഒട്ടും ഉറക്കം കിട്ടിയിട്ടില്ല. നമ്മൾ റെസ്റ്റ് എടുത്താലല്ലേ നമുക്ക് എന്താ പറയുക, ഹെൽത്തൊക്കെ ഓക്കെ ആവുള്ളൂ. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം കുറേ നടക്കാനൊക്കെ കേട്ടോ, എല്ലാ പ്ലേസിലും എക്സ്പ്ലോർ ചെയ്യാനായിട്ടോ. അപ്പോഴാണെങ്കിൽ ഞാൻ സ്കോട്ട്ലാൻഡിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ പോരെ. നിങ്ങളെയൊക്കെ ഞാൻ സ്കോട്ട്ലാൻഡ് എങ്ങനെയുണ്ടെന്ന് കാണിക്കാട്ടോ. ആക്ച്വലി സ്കോട്ട്ലാൻഡിൽ ഞാൻ പ്ലേസ് പറഞ്ഞില്ല, ഞാൻ എവിടെയാണ്, എഡിൻബ്രയിലാട്ടോ. എഡിൻബ്ര എന്ന് വെച്ചാൽ എന്താ പറയുക, സ്കോട്ട്ലാൻഡിലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് എഡിൻബ്ര. ഇന്നലെ ഞാൻ സിറ്റി സെൻറ്ററിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് അത് എന്താ പറയുക, ഒരു ഡ്രീമി പ്ലേസ് ആയിട്ട് തോന്നി കേട്ടോ. സോ ഗൈസ്, ഞാനുള്ളത് ഇപ്പോൾ പ്രിൻസസ് സ്ട്രീറ്റിലാണ്. അപ്പം പ്രിൻസസ് സ്ട്രീറ്റിൽ ഇറങ്ങിയ ഉടനെ കാണുന്ന കാഴ്ചയാണ് എൻ്റെ ബാക്കിൽ അടിപൊളിയുള്ള കാസിൽ കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് കേട്ടോ കാസിൽ, ആ കാണുന്ന കാസിൽ. അപ്പം എൻ്റെ പുറകിലാണ് ജോണി വോക്കറിൻ്റെ ഒക്കെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു സ്ട്രീറ്റ് ആട്ടോ, ഒരു പഴയ സ്ട്രീറ്റിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ട്രാൻസ്പോർട്ടൊക്കെ അടിപൊളിയാണ്. നമുക്ക് ട്രാം എടുക്കാം, ബസ് എടുക്കാം. പടപടാന്ന് ബസ്സുകളൊക്കെ വരും കേട്ടോ, നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗായ്സ്, ആ കാണാനാണ് എഡിൻബ്രയുടെ കാസിൽ കേട്ടോ. ഈ കാസിൽ നമ്മൾ എഡിൻബ്രയിൽ ഏത് സ്ഥലത്ത് പോയാലും കാണാൻ പറ്റും കേട്ടോ. കാരണം നല്ല ഹൈറ്റിലാണ് കെട്ടിയേക്കുന്നത്, ഒരു ഹിൽ ടോപ്പിലാണ് ഇവിടെ കെട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുമേ. കാരണം എഡിൻബ്ര ഒരു ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. ഞാൻ വിചാരിക്കുവാണ് എങ്ങോട്ട് പോകണം, ലെഫ്റ്റിൽ പോകണോ റൈറ്റിൽ പോകണോ. ലെഫ്റ്റിൽ പോയാലും കാണാൻ സ്ഥലമുണ്ട്, റൈറ്റിൽ പോയാലും കാണാൻ സ്ഥലമുണ്ട്. ഈ ബിൽഡിങ്സൊക്കെ 100-300 വർഷം പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. ഇത് അവർ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബിൽഡിങ്സൊക്കെ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. എഡിൻബ്ര സ്കോട്ട്ലാൻഡിലെ ക്യാപിറ്റൽ സിറ്റിയാണ് കേട്ടോ. ചെറിയൊരു സിറ്റിയാണ്, എന്നാലും നല്ല ഭംഗിയും നല്ല ആൾക്കാരൊക്കെ ഉള്ള സിറ്റിയാണ് കേട്ടോ. ഇഷ്ടമാതിരി ബസ്സും ട്രാമും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അതുകൊണ്ട് പോകാനും എളുപ്പമാണ് കേട്ടോ. എഡിൻബ്ര എയർപോർട്ടിൽ നിന്ന് 1/2 മണിക്കൂറേ ഉള്ളൂ എഡിൻബ്ര സിറ്റിയിലോട്ട്. അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ നല്ല എളുപ്പമാണ്. പോകുന്ന വഴിക്ക് കുറച്ച് എനർജി കിട്ടാൻ ഒരു ഫ്രാപ്പി ലാറ്റിയും പിന്നെ ബനാന വാൾനട്ട് കേക്കും വാങ്ങിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഈ വ്യൂവിൽ കണ്ട് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ സെൻറ്റ് മേരീസ് കാത്തഡ്രൽ എഡിൻബ്രയിലാണ് കേട്ടോ. 1879 നിർമ്മിച്ച കാത്തഡ്രലാണിത്. നല്ല പഴമയുള്ള കാത്തഡ്രലാട്ടോ. 147 years പഴക്കമുള്ള ഒരു കാത്തഡ്രലാണിത്. ഇതിൻ്റെ അകത്ത് കയറുമ്പം നല്ലൊരു ശാന്തതയും ഒക്കെയാണ്. ഞാൻ കയറുന്നത് ഈ ബാക്കിൽ കൂടെയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വാഷിംഗ് ഏരിയ ഒക്കെ കാണുന്നത്. പ്രിൻസസ് സ്ട്രീറ്റിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ ഈ കാത്തഡ്രലിലോട്ട് എത്തും കേട്ടോ.
എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനാണ് എഡിൻബ്ര കാസിൽ കേട്ടോ. കാസിൽ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണേ. നല്ല തിരക്കുള്ള കാസിലാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഓൺലൈൻ ആട്ടോ ബുക്കിംഗ് ചെയ്ത്. നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാവേ. അപ്പോൾ നമ്മൾ വിത്ത് ഗൈഡ് ആൻഡ് വിത്തൗട്ട് ഗൈഡ് എടുക്കാവേ. ഞാൻ വിത്തൗട്ട് ഗൈഡാണ് എടുത്ത്. വിത്ത് ഗൈഡ് 47 പൗണ്ടാണ്, വിത്തൗട്ട് ഗൈഡ് 23 പൗണ്ടാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എഡിൻബ്ര വരുവാണെങ്കിൽ നല്ല ഷൂസ് ഇട്ടുകൊണ്ട് വേണം വരാൻ കേട്ടോ. കാരണം ഇവിടെ നല്ല കയറ്റവും ഇറക്കമാണ് കേട്ടോ. നമ്മൾ നടന്ന് മടുത്തു പോവേ. കുറേ ഇറങ്ങാനും കയറാനുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മുടെ കാലൊക്കെ വേദനിച്ച് ഊപ്പാട് ഇളകും കേട്ടോ, നമ്മൾ അത്രയും യൂസ് ടു അല്ലെങ്കിൽ. ഇവിടെ എന്തോ കോൺസെർട്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ സ്റ്റേജൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും പരിപാടിയൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എഡിൻബ്രയുടെ കാസിൽ. നമ്മൾ താഴെ നിന്ന് കണ്ട കാസിൽ നമ്മൾ കയറാൻ പോവാണ് ഇപ്പം. എൻ്റെ ആക്ച്വലി വിസിറ്റിംഗ് ടൈം 1 o'clock ആയിരുന്നേ. അപ്പം 1 o'clock ആയി. ഞാൻ എൻട്രി ചെയ്യാൻ പോവാണ്. ഇതാണ് എൻട്രൻസ്. ഇപ്പോൾ കാസിൽ അങ്ങനെ ആരും താമസിക്കുന്നില്ല, ജസ്റ്റ് ഫോർ വിസിറ്റേഴ്സ് ആണ്. ഈ കാസിൽ നല്ല ഹൈറ്റിലാണ് കട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ശത്രുക്കൾ വരുമ്പോൾ അവർക്ക് വാച്ച് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. കാണാൻ വേണ്ടി എല്ലാ ടൂറിസ്റ്റും ഇവിടെ നോക്കിയിരിക്കും കേട്ടോ, വരുന്നവരെല്ലാം. ആക്ച്വലി ഈ ഗണ്ണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ 1861 കേട്ടോ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സ്കോട്ട്ലൻഡിലെ വെതർ ഭയങ്കര മഞ്ഞും മഴയൊക്കെ ഉള്ള വെതറാണല്ലോ. ആ സമയത്ത് ഷിപ്പുകാർക്ക് കൃത്യം 1 മണിയായെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ, അവർക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് അവർ ഈ ഫയർ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇപ്പം അതൊരു ട്രഡീഷനായി മാറിയേ. എഡിൻബ്ര കാസിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണിത കാസിലാണ്. അതൊരു വലിയൊരു വോൾക്കാനിക് റോക്കിൻ്റെ മുകളിൽ പണിതൊരു കാസിലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പ്രിസണും ചാപ്പലും പിന്നെയാണെങ്കിൽ പണ്ടത്തെ കിങ്സ് ആൻഡ് ക്വീൻസ് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ആയിരുന്നു ഇത്. ഇത്രയും ഹൈറ്റിലുള്ള കാരണം അവർക്ക് ദൂരെ നിന്ന് വരുന്ന ശത്രുക്കളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമോടെ ആയിരുന്നു കേട്ടോ. ഇപ്പം അതൊരു മ്യൂസിയം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അവർ ഈ കാസലിൻ്റെ അറൗണ്ട് എൻറ്റയർ സിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കാണാനാണ് സ്കോട്ട് മോണുമെൻ്റ്. അവർ ഈ എഡിൻബ്ര സിറ്റി എന്ത് പ്ലാൻഡ് ആയിട്ടല്ല ബിൽഡ് ചെയ്തല്ലേ. താഴെ നോക്കുമ്പം ഈ കാസലെല്ലാം ചെറുതാട്ടോ, പക്ഷേ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് കുറേ നടക്കാനൊക്കെ ഉണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന മൊത്തം എഡിൻബ്ര സിറ്റി ആണ് കേട്ടോ.
ഞാനിപ്പോൾ കയറുന്നത് എഡിൻബറ കാസലിനകത്തുള്ള ജയിലോട്ടാട്ടോ. പണ്ട് കാലത്ത് പ്രിസണേഴ്സൊക്കെ അറസ്റ്റ് ചെയ്തപ്പം ഈ ഡോറിൽ എഴുതി വെച്ചേക്കുന്ന കേട്ടോ ഈ എസ്കേപ്പ് ആകാനുള്ള റൂട്ടൊക്കെ. അവർ പ്ലാൻ ചെയ്യുന്നതാണ് അകത്ത് എങ്ങനെ എസ്കേപ്പ് ആകണം അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുറേ പ്രിസണേഴ്സിന് ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഷിപ്പ് പണ്ട് കാലത്ത് സെയിൽ ചെയ്യാൻ ഉപയോഗിച്ച ഷിപ്പിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ഈ കാണുന്നത് ഒക്കെ പ്രിസണേഴ്സ് ഉണ്ടാക്കിയ കലകളാണ്. ഇങ്ങനെ ഈ പെട്ടികളും സ്മോൾ ജ്വല്ലറി ബോക്സും ഈ മാല പോലത്തെ സംഭവമൊക്കെ ഇതിൻ്റെ അകത്തുള്ള സ്കിൽഡ് ക്രാഫ്റ്റ്സ്മാൻ്റെ കലകളാട്ടോ. അവരെന്ത് ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ ഈ പെട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ 1790 ആണ്, 1700 ഉള്ള ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാട്ടോ. 1790 ഉണ്ടാക്കിയതാണ്. എത്ര വർഷം പഴക്കമുള്ളതെന്ന് നോക്കി. അവർ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഈ പെയിൻറ്റിങ്സൊക്കെ. ഇനിയാണ് നമ്മൾ ജയിലിൽ കയറാൻ പോകുന്നത് കേട്ടോ. പണ്ടത്തെ ജയിൽ എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് കാണാമല്ലോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ ജയിലിൽ താമസിച്ചെന്ന് നമ്മൾ വിചാരിക്കുകയെ. ഒരു പ്രിസണിനകത്ത് കുറേ പേരുണ്ടായിരുന്നേ. അതും അവർ കിടക്കുന്ന ബെഡ് കണ്ടോ. ഒരു ചാക്ക് പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഫയർ പ്ലേസും അങ്ങനെ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. കാരണം ജയിൽ തണുപ്പാണല്ലോ. പണ്ടത്തെ കാലത്തെ ആൾക്കാരെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. തിരിയൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ തിരി കത്തിച്ച് താമസിച്ചത്. കാരണം ജയിലിനകത്ത് നല്ല ഇരുട്ടാണല്ലോ, ഇരുട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളും ഇങ്ങനെയായിരുന്നു കേട്ടോ അവർ കടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു ഹാങ് ചെയ്ത് 2 സൈഡിലും കയറ് കെട്ടി ഹാങ് ചെയ്താണ് കടന്നുകൊണ്ടിരുന്നത് കേട്ടോ പണ്ടത്തെ കാലത്ത്.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 1782 ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൺഗ്ലാസസ് ആട്ടോ. പണ്ട് കാലത്തും സൺഗ്ലാസസ് ഉണ്ടായിരുന്നു കാണുമ്പോൾ സർപ്രൈസ് അല്ലേ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എഡിൻബറ കാസിലിനകത്തുള്ള മ്യൂസിയത്തിനകത്തെ സംഭവങ്ങളാട്ടോ. പണ്ട് കാലത്ത് രാജാക്കന്മാരും ബിസിനസ്സും പിന്നെ സോൾജേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ്, എഡിൻബറ കാസിലിൻ്റെ പുറത്ത് വരുമ്പം നമുക്ക് കുറേ സ്റ്റോൾസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ സംഭവങ്ങൾക്ക് വാങ്ങിക്കാനുള്ളത്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമ്മൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കുക. പിന്നെ ഇങ്ങനെ നല്ല അടിപൊളി പള്ളിയുണ്ട് കേട്ടോ. ഈ പള്ളിയാണെങ്കിൽ നമ്മൾ ന്യൂ കോളേജിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു പള്ളിയാണ്. നല്ലൊരു വ്യൂ കൊടുക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഗൈഡ്സ് ഒക്കെ ഉണ്ട്. വിച്ചീസിൻ്റെയൊക്കെ വേഷം കെട്ടിയ ഗൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ പേര് ഇങ്ങനെ മൂങ്ങനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും, ഔലിനൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ഔലൊക്കെ വാങ്ങിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമേ. ഒരു ബിസി സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇതൊരു ബിസി സ്ട്രീറ്റ് ആണ്. ബിക്കോസ് ഒത്തിരി പേര് ഇവിടെ ടൂറിസ്റ്റ് ഇൻ ആൻഡ് ഔട്ട് കാസിലൊക്കെ പോകുന്നവരാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മൂങ്ങനൊക്കെ പിടിച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പം ഇവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നെങ്കിൽ അവർ എക്സാക്ട് റേറ്റ് പറയത്തില്ല കേട്ടോ എത്രയാണെന്ന് വെച്ചാൽ. അവർ പറയും ഡൊണേഷൻസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ടോളാൻ പറയും കേട്ടോ. അത് മേ ബി അവരുടെ ട്രിക്കായിരിക്കും കേട്ടോ. എവിടെ പോയാലും നമുക്ക് അങ്ങനെ പറയണേ, ഡൊണേഷൻസ് ആണ്, നിങ്ങൾ പൈസ എത്ര വേണമെങ്കിലും ഇട്ടോളാന്ന് പറയുവേ. നിങ്ങൾ ആ കേട്ടത് സ്കോട്ടിഷ് ഫോക്ക് മ്യൂസിക് ആട്ടോ. നമ്മൾ എഡിൻബറ കാസലിൻ്റെ പുറത്ത് വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ സ്കോട്ടിഷ് മ്യൂസിക് കേൾക്കാൻ പറ്റുമേ.
അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പം ഇവിടെ നല്ലൊരു പാർക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് റോസ് ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കുന്നതിനകത്ത് പോകാവേ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ച് കഴിക്കാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇന്ത്യൻ കഴിക്കാമെന്ന്. അപ്പം ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പം തമിഴ് തെരുവ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു ബിരിയാണിക്ക് ഓർഡർ ചെയ്തു. ബിരിയാണിയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഒരു മട്ടൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്ത് കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സൊക്കെ എടുത്ത് തിരിച്ച് റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം ബൈ. അടുത്ത